ഇതെല്ലാം കേട്ടിട്ട് എങ്ങനെയുണ്ട്? മിണ്ടണ്ടല്ലേ? 1-2 പേര് വന്ന് കർത്താവിനൊരു വാക്ക് നന്ദി പറയുക എന്നുള്ളതാണ് അവസാനം. അത് വേറെ ഒരു കാര്യം പറയണ്ട. ഈ കേട്ട ക്ലാസ്സുകളിലൂടെ എന്തെങ്കിലും പ്രത്യേകം നിങ്ങളെ അതിൽ ആകർഷിച്ചോ? ആ 2 വാക്ക് പറഞ്ഞൊന്ന് നന്ദി പറയുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും വലിയൊരു ബോധ്യമായിട്ട് മാറും. പ്ലീസ് കം. നമ്മൾ ഇത്രയും നേരം കേട്ടതിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഒരു പോയിന്റ് എന്താണ്? അല്ലെങ്കിൽ അത് ആദ്യം അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയും. അപ്പോൾ എളുപ്പമാണ്. ഇവിടെ വരാനാണോ അധികം ബുദ്ധിമുട്ട്? അടുത്തിരിക്കുന്ന ആളോട് പറയും. ഇപ്പോൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം, 1-2-3 കാര്യം ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. പ്ലീസ് ഷെയർ എന്ന് പറയും. ഒന്ന് അടുത്തിരിക്കും. ചേച്ചി ഒന്ന് അടുത്ത് അങ്ങേഴ്ത്ത് പോയിരുന്നോ? പണി വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിരുന്നോ? ഒറ്റയ്ക്ക് ഇരിക്കണ്ട. പറയും. മേരി ചേച്ചി അങ്ങോട്ട് നീങ്ങിയിരുന്ന അവരോട് പറഞ്ഞോ? ഒന്ന് പറയേ. സുവിശേഷമാണിത്. പറ്റേ അത് ഇവരൊന്ന് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞിട്ടാകാം. അങ്ങോട്ട് സ്റ്റാൻഡ് ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാം. നിങ്ങൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞോ? ഒന്ന് പറയേ. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കൂ. ഇത് മൗനധ്യാനമൊന്നുമല്ല. ഇത് നിങ്ങൾ സംസാരിക്കാം. ഇല്ല, ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കാനാണ് പറയണത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുക. എന്നിട്ട് ഇവിടെ പറയണം. സംസാരിക്കാനൊന്നുമില്ല. ഇപ്പം നാട്ടുവർത്താനം ഒന്നും പറയാനില്ല. എന്തോ ഒരു വാക്കും വാചാലതയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. പറയാനില്ല ഒന്നും. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പ്ലീസ് കം. എന്നിവിടെ വന്ന് പറയണം. യെസ്, സാറ് വരും. ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങളിൽ ഇവിടെ കേട്ട കാര്യം മാത്രമേ പറയാം. ഇവിടെ നിങ്ങളെ വ്യക്തിപരമായി സ്പർശിച്ച എന്താണ്? അതാണ് എന്നെ വ്യക്തിപരമായിട്ട് സ്പർശിച്ച കാര്യം. എല്ലാവരും തന്നെ അറിയാമെങ്കിൽ ഞാൻ ഒരുപാട് ധ്യാനം കൂടുമ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായമൊക്കെ പറയാനുള്ള ഒരാളാണ്. പൊതുവെ അറിയാമല്ലോ. എന്നെ വ്യക്തിപരമായിട്ട് സ്പർശിച്ച കാര്യം, പല ആൾക്കാരുടെയും ധ്യാനം കൂടിയിട്ടാണെങ്കിലും ഇത് വളരെ ഷോർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക രൂപത്തിൽ ഈ ബ്രദർ, ഞാൻ ഒരുപാട് കൂടാറുള്ളതാണ്. ബോംബെയിൽ വെച്ച് ഹിന്ദി വർത്താനം പറഞ്ഞപ്പോൾ ഞാനിത് ഈ 1995 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ അതുപോലെ ഒറ്റമില്ല. അതല്ല, അത് പറയേണ്ടത് വേണം. ഇത് റിപ്പീറ്റേഴ്സാണ്. കാരണം അത് പറയാം റിപ്പീറ്റേഴ്സാണ്. 1995 ഡിസംബർ 25 ജോൺ പോൾ പാപ്പ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഹെഡിങ്ങിൽ കൊടുത്തായിരിക്കുന്നു. ഒരു കാര്യം ഇതാണ്, മലയാളത്തിലേക്ക് പറയുകയാണ്. ചില കാര്യങ്ങൾ കണ്ടിട്ട് കാണാതെയും അത് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വരുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ വിശ്വാസി ആയിരുന്നില്ല. കാരണം 22 വർഷം മുമ്പാണ്. കാരണം ഞാൻ നിരീശ്വരവാദിയായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതും കൂടെ പുറത്ത് പറയുകയാണ്. ചില കാര്യങ്ങൾ കണ്ടിട്ട് കാണാതെയും ചില കാര്യങ്ങൾ കേട്ടിട്ട് കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ ലോകത്തിൽ സ്മൂത്ത് റണ്ണിങ് ഉണ്ടാകുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പം നമ്മുടെ പോളും പറഞ്ഞത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് എനിക്ക് തോന്നുന്ന കാര്യം. എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഈസിയായി രണ്ട് കാര്യമുണ്ട്. ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഇതുണ്ടായിരുന്നു 1-2. രണ്ടാമത്തെ കാര്യം, എനിക്ക് വ്യക്തമായ കാര്യം, ദൈവം ശിക്ഷിക്കാതെ സ്നേഹത്തിൽ കൂടി മനുഷ്യനെ കൊണ്ടുവരികയാണ്. അതെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ആ ടവലിൻ്റെ കാര്യം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാം. അത്രയേ ഉള്ളൂ. വെരി ഗുഡ്. അടുത്ത ആൾ വരാം. ഈ സൈലൻസ് നല്ലതാണ്. ചിന്തിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്താ പറയണ്ടേന്നോ. ഒന്ന് പറയൂ, വേഗം വാ. ഇനി അടുത്ത ആളും വന്ന് നേരത്തെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാട്ടോ. നെക്സ്റ്റ് പേഴ്സൺ ക്യാൻ കം. എന്നെ പ്രധാനമായിട്ട് ഈ ധ്യാനത്തിൽ സ്പർശിച്ചത്, നമ്മളുടെ പാപം കൊണ്ടല്ല ഈശോ നമ്മളിൽ നിന്ന് അകലുന്നത്.
നമ്മളിലുള്ള ഫരിസേയ മനോഭാവമായിരിക്കാം എന്നുള്ളൊരു വലിയ കാര്യം എന്നെ സ്പർശിച്ചു. പിന്നെ ഏശയ്യ 42, അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. അതെല്ലാവരും സ്പർശിച്ചു കാണും. എന്നെ അത് സ്പർശിച്ചൊരു കാര്യമാണ്. താങ്ക് യു. അടുത്ത ആൾ വരാം. ഒരാൾ കൂടി. ഇനി ആരും വരാനില്ല. ആരോ വരാനുണ്ടല്ലോ. ആരോ ഒരാൾ കൂടി വരാനുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, പക്ഷെ ഒരു ശക്തി കിട്ടണില്ല. Get up. Coming? അതാ വരുന്നു. അങ്ങ് അകലേ നോടി വരുന്നുണ്ട്. ഒന്ന് കൈയടിച്ചോ. യൂഷ്വലി ഇവിടെ വരുന്ന ധ്യാനങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും ശിക്ഷിക്കുന്ന ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ്. നിന്നെയും പിന്നെ നിന്റെ 5 തലമുറയും കൂടി ശിക്ഷിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ധ്യാനത്തിൽ പറഞ്ഞ ഒരു കുട്ടി പണ്ട് കോയമ്പത്തൂർ കണ്ട് പഠിക്കാൻ പോയപ്പോൾ അവിടെ പള്ളിയില്ലായിരുന്നു, അവിടെ പള്ളിയിൽ പോയില്ല. അപ്പോൾ അതിന്റെ ശിക്ഷ അതിന് 10 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എന്തോ ജീവിത പ്രശ്നമായി. അതൊന്നും ആ കോയമ്പത്തൂർ ആ കോളേജിൽ കുർബാനയ്ക്ക് പോകാത്തതിന്റെ ശിക്ഷയാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ ദൈവം ഒരു സാഡിസ്റ്റാണ് ആലോചിക്കും. ഇത്രയ്ക്ക് ഒരു സാഡിസ്റ്റാണ് ദൈവം. ഇങ്ങനെ ശിക്ഷിക്കാനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇത്രയ്ക്ക് നാർസിസ്റ്റ് ആൻഡ് സാഡിസ്റ്റാണ് ദൈവം എന്നൊക്കെ ഞാൻ അന്ന് ഭയങ്കര എനിക്ക് യോജിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ ഇന്നിപ്പോൾ ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളല്ല. ആ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായി. വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ് സുവിശേഷം. ശിക്ഷിക്കുന്ന ദൈവം സുവിശേഷമാണ്. ശിക്ഷിക്കുന്നത് ഒരു സുവിശേഷമല്ല. അപ്പൊ നാളെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇനി പഠിക്കാം. നമ്മൾ ഇനി സമയം നേരിട്ടിരിക്കുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഹോംവർക്ക് ഉണ്ട് അല്ലേ? എന്താണ് ഹോംവർക്ക്? ഇന്നത്തെ ഹോംവർക്ക് എന്താണ്? ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലും അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. നമ്മൾക്ക് എന്താണ് ഇറിറ്റേഷൻ ഉണ്ടാകാൻ കണ്ടിട്ടും കാണാതെ മിണ്ടാതെ അതങ്ങ് സ്വീകരിച്ച് കരുണ കാണിച്ച് സ്നേഹത്തിൽ വരണം. നാളെ നമ്മൾ 8:30-ക്കാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തണം. എല്ലാവരും നേരത്തെ എത്തുകയാണെങ്കിൽ നേരത്തെ ക്ലാസ്സിൽ